ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഫാർമ സെക്ടറിലെ ഒരു ക്വാളിറ്റി മൾട്ടി ബാഗർ സ്റ്റോക്കായ അബോട്ട് ഇന്ത്യയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അബോട്ട് ഇന്ത്യ 18,679 രൂപയുടെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഈ സ്റ്റോക്കിൽ 20% മുതൽ 22% വരെ കറക്ഷൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് സ്റ്റോക്കിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫണ്ടമെൻ്റലി ഈ സ്റ്റോക്കിൽ യാതൊരു പ്രോബ്ലവുമില്ല. എന്നിരുന്നാലും സ്റ്റോക്ക് ബിയറിഷ് ട്രെൻഡിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ സ്റ്റോക്കിൽ ചെറിയ ബൈയിങ് വരാറുണ്ടെങ്കിലും ആ ബൈയിങ്ങിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ബിയറിഷ് ഡിപ്പുകൾ ഈ സ്റ്റോക്കിൽ ഉണ്ടാകുന്നുണ്ട്. ഇൻട്രാഡേയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേയിൽ ഒരു ദിവസം ഈ സ്റ്റോക്ക് 14,000 എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ സൈക്കോളജിക്കൽ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷവും സ്റ്റോക്ക് 14,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്തു എന്നുള്ളത് ആശ്വാസകരമായ ഒരു വസ്തുതയാണ്. അതായത് റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ വളരെ ഫേവറേറ്റ് കാറ്റഗറിയിൽപ്പെട്ട ഈ സ്റ്റോക്കിൽ നമ്മൾ ലോസിൽ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതായത് ഈ സ്റ്റോക്കിൽ വളരെ നാളായിട്ടുള്ള ബിയറിഷ് ട്രെൻഡ് മൂലം ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് ലോസിൽ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിൽ എന്നൊരു ബൗൺസ് ബാക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ വിവിധ റേറ്റിംഗ് ഏജൻസികൾ ഈ സ്റ്റോക്കിന് നൽകിയിരിക്കുന്ന റേറ്റിംഗും അതുപോലെ തന്നെ ലെവൽസും എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി അനാലിസിസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്, ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. അബോട്ട് ഇന്ത്യ ഹെൽത്ത് കെയർ സെക്ടറിലെ ഒരു കമ്പനിയാണ്. ഈ കമ്പനി ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്, ഡയഗ്നോസിസ്, മെഡിക്കൽ ഡിവൈസ്, ന്യൂട്രീഷൻ, ബ്രാൻഡഡ് ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസ് എന്നീ ഡൈവേഴ്സിഫൈഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് പരിശോധിക്കുകയാണെങ്കിൽ 30,498 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് ഈ കമ്പനിക്കുള്ളത്. സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ സെക്ടറിൻ്റെ വാല്യൂഷൻ 38.35 സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ 47. അതായത് ഈ സ്റ്റോക്കിൽ 22% കറക്ഷൻ വന്നിട്ട് കൂടിയും സ്റ്റോക്ക് ഇപ്പോഴും ഓവർ വാല്യൂഷൻ തന്നെയാണ്. അതായത് കമ്പനിയുടെ സ്ട്രോങ് ഫണ്ടമെൻ്റൽസും കൂടാതെ സൂപ്പർ പെർഫോമൻസ് മൂലം ഈ സ്റ്റോക്ക് പ്രീമിയം വാല്യൂഷനിലെ ലഭിക്കുകയുള്ളൂ. ഇനി ഈ സ്റ്റോക്കിലെ ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 1.74% ഡിവിഡൻഡ് ഈൽഡ്. സ്റ്റോക്കിൽ ഇത്രയും വലിയ ഒരു ബിയറിഷ് ട്രെൻഡ് നടന്നിട്ട് കൂടിയും സ്റ്റോക്കിൻ്റെ 1 മന്തിലെ ആവറേജ് ഡെലിവറി നോക്കുകയാണെങ്കിൽ 62%, അതുപോലെ തന്നെ ലാസ്റ്റ് വീക്കിലെ ആവറേജ് ഡെലിവറി നോക്കുകയാണെങ്കിൽ 58%, ലാസ്റ്റ് 2 ദിവസത്തെ ട്രേഡിംഗ് ആവറേജ് ഡെലിവറി നോക്കുകയാണെങ്കിൽ 61% നമ്മൾക്ക് കാണാം. സ്റ്റോക്കിൻ്റെ റിട്ടേൺ റേഷ്യോസ് പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ ROE 24, അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ROCE 30.54, റിട്ടേൺ ഓൺ അസറ്റ്സ് നോക്കുകയാണെങ്കിൽ 16.71. സ്റ്റോക്കിൻ്റെ ROE ഇയർ ഓൺ ഇയറിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ROCയിൽ നോക്കുകയാണെങ്കിൽ 33.64 നിന്നും 30.54 ഡിക്ലൈൻ ആയിട്ടുണ്ട്. റിട്ടേൺ ഓൺ അസറ്റ്സ് നോക്കുകയാണെങ്കിൽ അതും ഇയർ ഓൺ ഇയറിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റോക്കിൻ്റെ ലിവറേജ് റേഷ്യോ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ടോട്ടലി ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. അതായത് ഈ സ്റ്റോക്കിൻ്റെ മുകളിൽ ഡെപ്റ്റ് ഒട്ടുമില്ല. സ്റ്റോക്കിൻ്റെ EPS നോക്കുകയാണെങ്കിൽ 279 രൂപ പെർ ഷെയർ ആണ് സ്റ്റോക്കിൻ്റെ EPS. ഡിവിഡൻഡ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിവിഡൻഡ് തരുന്ന ഒരു കമ്പനിയാണ്. അതായത് 2016 മാർച്ച് മാസത്തിൽ ഈ കമ്പനി 35 രൂപ ഡിവിഡൻറ്റും 2020 മാർച്ച് മാസത്തിൽ ഈ കമ്പനി 280 രൂപ ഡിവിഡൻറ്റുമാണ് തന്നത്. അതായത് കമ്പനിയുടെ ഡിവിഡൻറ്റ് കമ്പനിയുടെ ലാഭവിഹിതത്തെയാണ് ഇൻറ്റിമേറ്റ് ചെയ്യുന്നത്. കമ്പനിയുടെ ലാഭവിഹിതം എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെയുള്ള എക്സ്പോണൻഷ്യൽ റേഷ്യോയിലാണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് EPSും അതുപോലെ തന്നെ ഡിവിഡൻറ്റ് റേഷ്യോയും നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. ഇനി സ്റ്റോക്കിൻ്റെ അബ്സല്യൂട്ട് പെർഫോമൻസ് അനാലിസിസിലേക്ക് വരാം. ബിയറിഷ് ട്രെൻഡ് ആയതുകൊണ്ട് 1 വീക്കിൽ ഈ സ്റ്റോക്ക് നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത്. അതായത് 3.5% നെഗറ്റീവ് റിട്ടേൺ. ഫാർമ സെക്ടർ -2.25% നെഗറ്റീവ് റിട്ടേണും സെൻസെക്സിൽ ഫ്ലാറ്റ് റെസ്പോൺസുമാണ് ഉണ്ടായത്. 1 മന്തിൽ സെൻസെക്സ് 5% ഗെയിൻ തന്നപ്പോൾ അബോട്ട് ഇന്ത്യ -1% നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത്. 1 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ -11.2% നെഗറ്റീവ് റിട്ടേൺ. ഫാർമ സെക്ടർ 45% പോസിറ്റീവ് റിട്ടേണും സെൻസെക്സ് 26% പോസിറ്റീവ് റിട്ടേണുമാണ് തന്നത്. അതായത് ഈ സ്റ്റോക്കിൽ ഏകദേശം 22% കറക്ഷൻ സംഭവിച്ചത് സ്റ്റോക്കിൻ്റെ 1 ഇയറിലെ റിട്ടേണിനെ ഇവാപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. 3 ഇയറിലെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 148% റിട്ടേൺ ആണ് തന്നത്. സെൻസെക്സ് 49% റിട്ടേണും സെക്ടർ 41% പോസിറ്റീവ് റിട്ടേണുമാണ് തന്നത്. സ്റ്റോക്കിൻ്റെ ലോങ് ഇയർ ഫിനാൻഷ്യൽ ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഏകദേശം ഡബിൾ ആയിട്ടുണ്ട്. അതായത് 185 കോടിയിൽ നിന്നും 295 കോടിയായി പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. കൂടാതെ സെയിൽസ് നോക്കുകയാണെങ്കിലും 1645 കോടിയിൽ നിന്നും 2051 കോടിയായി ഉയർന്നിട്ടുണ്ട്. ഷോർട്ട് ടൈം
പ്രോഫിറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ ട്രെൻഡിലേക്ക് വരാം. ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്കൊരു കൺസോൾട്ടേഷനാണ് ഈ ഇയറിൽ കാണാൻ സാധിച്ചത്. അതായത് 2019 ഡിസംബർ മാസത്തിൽ 1078 കോടിയായിരുന്നു കമ്പനിയുടെ സെയിൽസിൽ നിന്നുള്ള റവന്യൂ. അത് 2020 ഡിസംബർ മാസമായപ്പോൾ 1095 കോടിയായി മാറി. അതായത് വളരെ വലിയ ഒരു കൺസോൾട്ടേഷൻ നമ്മൾക്ക് ഈ വർഷം കാണാൻ സാധിച്ചു. കൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റിലുള്ള ഷോർട്ട് ടൈം ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അതായത് 2 ക്വാർട്ടറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഡിക്ലൈൻ ആയിട്ടുണ്ട്. അതായത് 2019 ഡിസംബറും 2020 മാർച്ച് ക്വാർട്ടറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഡിക്ലൈനായി. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ പ്രോഫിറ്റ് ഡിക്ലൈൻ ആയിട്ടുണ്ട്. ഈ ഷോർട്ട് ടൈം പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്ന ഡിക്ലൈൻ കമ്പനിയിൽ ബിയറിഷ് ട്രെൻഡിൻ്റെ ആക്കം കൂട്ടി എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ. കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 75% ഷെയറുകളും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ 1.1% ഷെയറുകളും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിൽ 5.82% ഷെയറുകളും പബ്ലിക്കിൻ്റെ കയ്യിൽ 18.09% ഷെയറുകളുമാണുള്ളത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ലാസ്റ്റ് 1 ഇയറിലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലെ വേരിയേഷൻ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ 2019 ഡിസംബറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഈ കമ്പനിയിൽ 1.82% ഷെയറുകളുണ്ടായിരുന്നു. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനിയിൽ അവരുടെ ഹോൾഡിംഗ് കുറച്ചുകൊണ്ട് വരികയാണ്. അതായത് 2020 മാർച്ചിൽ 1.64%, 2020 ജൂണിൽ 1.34%, 2020 സെപ്റ്റംബറിൽ 1.15%, 2020 ഡിസംബറിൽ 1.1%. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 2019 ഡിസംബറിൽ 6.26% ആയിരുന്നു. 2020 സെപ്റ്റംബറിൽ അത് 6.34% ആയി ഉയർന്നു. അതിനുശേഷം ലാസ്റ്റ് ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ അത് ഡിക്ലൈൻ ചെയ്ത് 5.82% ആയി മാറിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് കമ്പനിയിൽ അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ത്രൂ ഔട്ട് അൺചേഞ്ച് ആയി വെച്ചിട്ടുണ്ട്. അതായത് 75%. മ്യൂച്വൽ ഫണ്ടുകൾ 4.65%ൽ നിന്നും ഡിക്ലൈൻ ചെയ്ത് 4% ആക്കി കുറച്ചിട്ടുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 1.15%ൽ നിന്നും 1.1% ആയി ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. അബൌട്ട് ഇന്ത്യയുടെ ലോങ് ടൈം ചാർട്ട് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ നിന്നും ഇപ്പോൾ ലോസ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യണമോ അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൽ തന്നെ തുടരണമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം എടുക്കാൻ കഴിയും. അതായത് ഈ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ലോങ് ടൈം ചാർട്ട് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ് ട്രെൻഡിൽ പോകുന്ന ഒരു സ്റ്റോക്കാണ്. പക്ഷേ ഓരോ ഹൈയും അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൽ ഓരോ വലിയ അപ് ട്രെൻഡും വരുന്നതിന് ശേഷം സ്റ്റോക്ക് ഒരു ലോങ് കൺസോളിഡേഷൻ പീരീഡിലേക്ക് പോകാറുണ്ട്. ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ 2015-2016 കാലഘട്ടത്തിൽ ഈ സ്റ്റോക്ക് ഏകദേശം 6000 രൂപ എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ എത്തി. അതിനുശേഷം 2016 മുതൽ 2018 വരെയുള്ള 2 വർഷത്തേക്ക് ഈ സ്റ്റോക്ക് ഹെവി അല്ലെങ്കിൽ ലോങ് ടൈം കൺസോളിഡേഷൻ റേഞ്ചിൽ തന്നെയായിരുന്നു. അതായത് 6000 രൂപ മുതൽ 4000 രൂപയ്ക്കിടയ്ക്കും 5000 രൂപയ്ക്കിടയ്ക്കുമുള്ള ലോങ് ടൈം കൺസോളിഡേഷൻ റേഞ്ച് തന്നെയായിരുന്നു. ഇടയ്ക്ക് സ്റ്റോക്കിൽ വീക്ക്നെസ് ഉണ്ടായി. അതുപോലെ തന്നെ അതിനുശേഷം 2018 മുതൽ 2019 വരെയുള്ള കാലയളവിൽ ഈ സ്റ്റോക്കിൽ വലിയൊരു ജമ്പ് നമ്മൾക്ക് കാണാൻ സാധിച്ചു. 6000 രൂപ എന്ന ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് 8000 രൂപ എന്ന റേഞ്ചിലേക്ക് എത്തി. അതിനുശേഷം 2019 മുതൽ 2020 വരെയുള്ള ഒരു ഷോർട്ട് ടൈം പീരീഡിൽ സ്റ്റോക്ക് വീണ്ടും കൺസോളിഡേഷൻ ഫേസിലായിരുന്നു. 2020 നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഇതിലും വലിയ ഒരു ജമ്പ് കാണാൻ സാധിച്ചു. അതായത് 10000 രൂപ എന്ന റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് ഏകദേശം 18000 രൂപ എന്ന് പറയുന്ന റേഞ്ചിലേക്ക് എത്തി. ഈ 18000 രൂപ എന്ന് പറയുന്ന റേഞ്ചിലെത്താനുള്ള പ്രധാനപ്പെട്ട കാരണം COVID-19 പാൻഡമിക്കിൻ്റെ സമയത്ത് ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ അബൌട്ട് ഇന്ത്യ എന്ന കമ്പനി കോവിഡ് കിറ്റ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിലെത്തി. അതിനുശേഷം സ്റ്റോക്ക് ഇപ്പോൾ ബിയറിഷ് ആൻഡ് കൺസോളിഡേഷൻ ഫേസിലാണ്. അതായത് ഈ സ്റ്റോക്കിൽ ഓരോ വലിയ ഹൈ അല്ലെങ്കിൽ മൊമെൻറ്റം ഉണ്ടായതിനു ശേഷവും സ്റ്റോക്ക് ഒരുപാട് സമയം ഷോർട്ട് ടൈം പീരീഡിലോ അല്ലെങ്കിൽ ലോങ് ടൈം പീരീഡിലോ സ്റ്റോക്ക് ബിയറിഷ് പ്ലസ് വീക്ക് കൺസോളിഡേഷൻ ഫേസിലാകും. ഇത് ഈ സ്റ്റോക്കിൻ്റെ ഒരു നേച്ചർ തന്നെയാണ്. അബൌട്ട് ഇന്ത്യയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് വരാം. ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ RSI 47 ആണ്. അതായത് ഓവർസോൾഡ് കാറ്റഗറിയിൽ നിന്നും ഈ സ്റ്റോക്ക് വീക്ക്നെസ് എന്ന കാറ്റഗറിയിലേക്ക് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്റ്റോക്കിൽ അല്പം സ്ട്രെങ്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾക്ക് പറയാം. എന്നിരുന്നാലും സ്റ്റോക്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് റിജക്ഷൻ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ മണി ഫ്ലോ ഇൻഡെക്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ഓവർസോൾഡ് കാറ്റഗറിയിൽ നിന്നും അല്പം സ്ട്രെങ്ത് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ബിയറിഷ്നെസ് അല്ലെങ്കിൽ വീക്ക്നെസ് ഈ സ്റ്റോക്കിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ഇതുകൂടാതെ സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട സപ്പോർട്ടുകളെക്കുറിച്ച് സംസാരിക്കാം. 14,000 എന്ന് പറയുന്ന ലെവൽ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ബാരിയർ തന്നെയാണ്. ഈ ബാരിയറിന് താഴെ വരുന്ന ഓരോ ബൈയിങ്ങും വാല്യുവേഷൻ ബൈയിങ് എന്ന കാറ്റഗറിയിൽ തന്നെയാണ് ഉൾപ്പെടുത്താൻ കഴിയുന്നത്. സ്റ്റോക്കിൻ്റെ മൂവിംഗ് ആവറേജ് ലൈൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 20-ഡേ മൂവിംഗ് ആവറേജും അതുപോലെ തന്നെ 100-ഡേ മൂവിംഗ് ആവറേജും സ്റ്റോക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് വരാൻ സാധ്യതയുള്ളത് 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആണ്. അതായത് ഏകദേശം 13,500 രൂപ
റേഞ്ച്. സ്റ്റോക്കിൻ്റെ 200 ഡേ എക്സ്പോണൻഷ്യൽ ആവറേജ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 11,000 രൂപ റേഞ്ചാണ് സ്റ്റോക്കിൻ്റെ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്. സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് കാണുന്നത് 13,500 രൂപ എന്ന റേഞ്ചാണ്. അതായത് 13,500നും അല്ലെങ്കിൽ 14,000നും ഇടയ്ക്കുള്ള ഓരോ ബൈയിങ്ങും നമ്മൾക്ക് വാല്യൂ ബൈയിങ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള ബ്രോക്കേഴ്സിൻ്റെ ടാർഗറ്റ് മനസ്സിലാക്കാം. അതായത് ഷെയർഖാൻ ഈ സ്റ്റോക്കിൽ റീസെൻ്റ്ലി ബൈ റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 19,430 രൂപയാണ്. ICICI സെക്യൂരിറ്റീവ്സും ഈ സ്റ്റോക്കിൽ ബൈ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. 19,200 രൂപയാണ് ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ആക്സിസ് ഡയറക്റ്റീവ് 18,500 രൂപ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ബൈ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതായത് ഈ സ്റ്റോക്ക് അതിൻ്റെ പ്രീവിയസ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾക്ക് 20% മുതൽ 25% റിട്ടേൺ നേടാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. കൂടാതെ ലോങ് ടൈം ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ ലോങ് ടൈം ഈ സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്